എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ കാറിലെ ഹോണ്, റൂട്ട്സിൻ്റെ ഹോണൊന്നും നന്നാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നത്. നമുക്ക് ഒരു ഹോണ് കിട്ടിക്കഴിഞ്ഞാൽ, കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ നന്നാക്കി എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ആക്രിക്ക് പോകേണ്ട ഹോണായിരുന്നു. നമ്മുടെ കാറിനുണ്ടായിരുന്ന ഹോണിൻ്റെ ശബ്ദം കുറഞ്ഞപ്പോഴാണ് നമ്മളൊരു ഹോണിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഹോണാണ്. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് നന്നാക്കി എടുക്കുന്ന വീഡിയോ ആണ്. ഫുൾ റീസ്റ്റോറേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് നന്നാക്കി എടുത്തിട്ട് നമുക്ക് കാറിൽ ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ഹോൺ എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഹോണുകൾ കംപ്ലൈൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേക്ക് വെള്ളം കയറിയിട്ട് അല്ലെങ്കിൽ തുരുമ്പെടുത്തിട്ടൊക്കെയാണ്. ഇത് വെള്ളം കയറി തുരുമ്പെടുത്ത് പോയത് തന്നെയാണ്. ഇതിൻ്റെ സ്ക്രൂകൾ നമുക്ക് ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. നിങ്ങൾ ഇത്ര സിമ്പിളായിട്ട് അഴിക്കുന്ന കണ്ടിട്ട് അത് അത്ര സിമ്പിളല്ല. ഇത് ഇച്ചിരി ടൈറ്റായിരുന്നു. അത് കുറച്ച് മൽപ്പിടുത്തത്തിന് ശേഷമാണ് അഴിഞ്ഞ് കിട്ടിയത്. നിങ്ങളെ സിമ്പിളായ വശം മാത്രം നമ്മൾ കാണിക്കുന്നു എന്ന് മാത്രം. അഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം അതിൽ ഫുള്ള് തുരുമ്പാണ്. ഒട്ടും തന്നെ നമുക്കത് സൗണ്ട് ഇല്ലായിരുന്നു അതിന്. അങ്ങനെ ഞാനത് ട്യൂണിങ്ങൊക്കെ ഒന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മൂളക്കം മാത്രം വന്നു. ബാക്കി ക്ലിയർ ആക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മൊത്തത്തിൽ തന്നെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 തുള്ളി മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ WD-40 എന്ന് പറഞ്ഞ ഒരു സ്പ്രേ ഉണ്ട്. അതടിച്ചിട്ട് നമുക്ക് ഈ നെട്ട് ബോൾട്ടുകളൊക്കെ ഊരിയെടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്ത പക്ഷം നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഈ സ്ക്രൂ ആണ് അതിൻ്റെ ട്യൂണിങ്ങിന് വരുന്ന സ്ക്രൂ ആണ്. നമ്മൾ പിടിച്ചിട്ട് കണ്ടോ അതിൻ്റെ വായ്വട്ടം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതാണ് നമുക്ക് ആദ്യമായിട്ട് അഴിച്ചെടുക്കേണ്ട ഭാഗം. അതാണ് അത് നമുക്ക് അഴിച്ചെടുക്കാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടൈറ്റായിരുന്നു. കുറേ ശ്രമത്തിനൊടുവിലാണ് നമുക്ക് അഴിഞ്ഞ് കിട്ടുക. അതിനുശേഷം നമുക്ക് സ്ക്രൂ ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. അതിനൊരു സൈഡിൽ നമുക്ക് സ്പാനർ ഇട്ട് പിടിച്ചിട്ട് മറ്റേ തല നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഴിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് ടൈറ്റായിരിക്കും. കുറച്ച് സമയം എടുത്തിട്ടായാലും വൃത്തിയായിട്ട് നമുക്കത് അഴിച്ചെടുക്കാം. കാരണം അത് റിട്ടേൺ കൊടുക്കാൻ നേരത്ത് അതൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല. നമുക്ക് അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ പാർട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അതിനുശേഷം വരുന്ന ഒരു ഇൻസുലേറ്റർ പോലെയുള്ള ഒരു ഷീറ്റാണ്. 2 തമ്മിൽ കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു നാക്ക് പോലെ ഒരു ഭാഗം, ഈ ഹോണിലേക്ക് വരുന്ന ഒരു നാക്ക്, അല്ലെങ്കിൽ നമുക്കൊരു കട്ടിങ് ഒരു പീസ്. ഇത് കോപ്പറാണോ അങ്ങനത്തെ എന്തോ ഒരു മെറ്റീരിയലാണ് അത് വരുന്നത്. നമുക്കിപ്പോൾ ഒരു നാക്ക് എന്ന് വിളിക്കാം. അതിനുശേഷം നമുക്ക് അത് സ്ക്രൂ അഴിച്ചെടുക്കാം. ഈ സ്ക്രൂ മറ്റൊക്കെ അഴിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇടയ്ക്കായിട്ട് നമുക്കൊരു റബ്ബറിൻ്റെ ഒരു ബുഷ് പോലെയുള്ള ഭാഗങ്ങളുണ്ടാവും. നിങ്ങൾ ആ പച്ച കാണുന്നുണ്ടല്ലോ, അതുപോലെ എല്ലാ ഹോളുകളിലും നമുക്കൊരു ബുഷും ഒരു റബ്ബർ ബുഷ് പോലെ ഒരു സാധനം ഉണ്ടാവും. അത് നമ്മൾ എടുത്തു വെക്കണം, കളയരുത്. അത് തിരിച്ച് യഥാക്രമം ഫിറ്റ് ചെയ്യണം. സാധാരണഗതിയിൽ ഇതിന് കോയിലുകൾക്കൊന്നും സാധാരണ കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ കോയിലുകളൊന്നും നമ്മൾ അഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ നെട്ട് അഴിക്കുന്നത് നമുക്ക് ഇത് അഴിക്കാനുള്ള എളുപ്പത്തിനാണ്. അടുത്ത സ്ക്രൂ അഴിക്കണമെങ്കിൽ അത് അഴിക്കണം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്പാനർ വെച്ചതിന് ശേഷം ഇങ്ങേ സൈഡിൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. സ്പ്രേ ഉപയോഗിച്ചിട്ടോ മണ്ണെണ്ണ ഉപയോഗിച്ചോ ഒന്ന് നനച്ച് വെച്ചതിന് ശേഷം അഴിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. നമുക്ക് അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ. അതിനുശേഷം നമുക്കിതൊന്ന് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ച് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് മണ്ണെണ്ണ ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസലിൽ മുക്കിയിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. ഓയിലിൽ അങ്ങനെ മണ്ണെണ്ണ ആകാണ്ടിരുന്നാൽ മതി. ഇതിൻ്റെ ഡൈഫ്രം എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇവിടെയൊക്കെ നല്ലപോലെ റസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രൂ ആണ്. ഇതിലൂടെയാണ് കണക്ഷൻ നമുക്ക് പാസ്സാകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നാക്ക് പോലെയുള്ള ഒരു ഭാഗമാണത്. പിന്നെ അതിൻ്റെ മേലെ വരുന്ന ഒരു മെറ്റീരിയലാണത്.
പിന്നെ ആ ട്യൂണിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന സ്പ്രിങ്ങും മറ്റുമാണ് കാണുന്നത്. ഇത് ഡൈഫ്രം നല്ലപോലെ നമുക്ക് വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കാം. തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സാൻഡ് പേപ്പർ ഇട്ട് നന്നായി ഉരച്ച് വൃത്തിയാക്കണം. കാരണം ഇതൊക്കെ ഒരു മൂവിങ് പാർട്ടാണ്. ശരിക്കും നമ്മൾ ഹോൺ അടിക്കാൻ നേരത്തെ അവിടെയൊക്കെ നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. ഈ കാണുന്നതാണ് കോയിൽ എന്ന് പറയുന്ന ഭാഗമാണ് ആ മഞ്ഞ പ്ലാസ്റ്റിക് പീസിൻ്റെ അടിയിൽ കാണുന്നത്. ഇതിൻ്റെ നമുക്ക് ആ നേരത്തെ കണ്ട ആ പാർട്ടും കൂടെ നല്ലപോലെ ഉരച്ചെടുക്കുക. ഇവിടെ ഈ കണക്ഷൻ പോകുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം, ഒരു മുട്ട് പോലെ ഇരിക്കുന്നത്. അതൊക്കെ പിന്നീട് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആ റബ്ബർ ബുഷാണ് ഞാനത് തിരിച്ചു വെച്ചിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പീസും ഇത് കണക്ഷൻ കൊടുക്കാനുള്ള സ്ക്രൂവും ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കൊടുക്കേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്യൂണിങ് ഇത് വരുന്നില്ല, ട്യൂണിങ് ചെയ്യുന്ന സ്ക്രൂ വരുന്ന ഭാഗമാണ് നമുക്ക് ആദ്യമായിട്ട് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നേരെ മറിച്ചായാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ അഴിച്ചെടുത്തത് യഥാക്രമം ഇട്ട് കൊടുക്കാം. ആ നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗമാണ് ആദ്യമായിട്ട് ഇടുന്നത്. അതിനുശേഷം ഇത് തമ്മിൽ ടച്ച് ആകാണ്ടിരിക്കാനുള്ള ഒരു ഇൻസുലേറ്റർ പോലെയുള്ള ഒരു പീസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ മേലത്തെ പാർട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ആ റബ്ബർ ബുഷ്, നമ്മൾ ആ പറഞ്ഞ റബ്ബർ ബുഷുകൾ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ സ്പ്രിങ് ഇപ്പോൾ ഈ ഭാഗത്തൂടെയാണ് നമ്മളത് ട്യൂൺ ചെയ്യുന്നത്. സ്പ്രിങ്ങിനും കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് വരുന്നുണ്ട്, നമുക്ക് അത് ഇട്ട് കൊടുക്കണം. അത് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ഈ പാർട്ട് വെച്ചിട്ട് അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. ആ സ്ക്രൂവിൻ്റെ മുമ്പും നമുക്ക് നേരത്തെ പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഉണ്ട് നമുക്കവിടെ. നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം തന്നെ ടൈറ്റ് ചെയ്യാം. ഇത് ജെർക്ക് ചെയ്യാൻ പറ്റില്ല. ജെർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പതറിയ സൗണ്ട് വരും. പിന്നെ നമുക്ക് ഈ WD-40 പോലത്തെ സാധനങ്ങളും ഈ സാൻഡ് പേപ്പറൊക്കെ വേണമെങ്കിൽ അതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ. അതിനുശേഷം നമുക്കിതൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് നന്നായി ഉരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പാക്കിങ് അല്ലെങ്കിൽ ആ വാഷർ പോലത്തെ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഹോളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരണം, അല്ലെങ്കിൽ തന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ പതറിയ സൗണ്ട് ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഹോളുകൾ മാറിപ്പോകാണ്ടിരിക്കാൻ ഇതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഗ്രീസോ അല്ലെങ്കിൽ വാസലിനോ എന്തെങ്കിലും ജസ്റ്റ് തൊട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ ഈ സ്ക്രൂകളിലൊക്കെ നമുക്ക് വാസലിൻ അല്ലെങ്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു പ്രശ്നം കുറഞ്ഞു കിട്ടും. യഥാക്രമം നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ നേരെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് മൊത്തം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെക്ക് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണക്ഷൻ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ട്യൂണിങ്ങിൻ്റെ സ്ക്രൂ നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുന്നു, ഒരു പിരി ടൈറ്റ് ചെയ്യുന്നു, എന്നിട്ട് സപ്ലൈ കൊടുത്ത് നോക്കുന്നു, വീണ്ടും ഒരു പിരി ടൈറ്റ് ചെയ്യും, സപ്ലൈ കൊടുക്കും. അതുപോലെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു പിരി തിരിച്ച് ഒന്ന് സപ്ലൈ കൊടുത്ത് വീണ്ടും ഒരു പിരി തിരിച്ച് സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഈ ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് സൗണ്ട് വരും. അപ്പോൾ സൗണ്ട് ക്ലിയർ ആകുന്ന ഭാഗത്ത് നിർത്തിയതിന് ശേഷം നമുക്ക് ഫോൺ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഫോണ്. ഇനി നമുക്ക് കാറിൽ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കാനും നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയവുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.